ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. രാവിലെ തന്നെ നേരത്തെയാണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നിന്ന് വേർപാടും പൂജാകർമ്മങ്ങളൊക്കെ ഉണ്ട്. പുതിയ അമ്പലം കയറ്റുന്നത് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ രാവിലെ ഗണപതി ഹോമം, പിന്നെ സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള പൂജ, അങ്ങനെ കുറേ പൂജാ കർമ്മങ്ങളൊന്നുണ്ട്. പിന്നെ വേർപാട് എന്നുള്ളൊരു ചടങ്ങുണ്ട്. അങ്ങനെ ഉച്ചവരെ അമ്പലത്തിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഇത്തരം ഒരു പൂജകളിലൊക്കെ പങ്കെടുക്കാൻ കിട്ടുന്ന അവസരം വളരെ ദുർലഭമായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം പുതിയൊരമ്പലം കയറ്റുന്നത് നമ്മൾ എപ്പോഴൊന്നും നമുക്ക് സാധ്യമാവുന്ന കാര്യമല്ല. അപ്പോൾ അമ്പലത്തിലെ പൂജാ ചടങ്ങുകളെല്ലാം കാണാം. നിങ്ങളൊരു യുദ്ധം തന്നെയാണ് പറഞ്ഞാൽ. ഇപ്പോൾ ക്ഷേത്രം പണി കഴിക്കണവരെ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞാക്കിയിട്ടില്ല. അതുപോലെ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ക്ഷേത്രം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നിർമ്മിച്ച് അതിനുശേഷം അത് ഇത് സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന നടത്തിയതിൻ്റെ പ്രസാദം കൊടുക്കുകയാണ്. പുഷ്പാഞ്ജലി എല്ലാവരും നടത്തിയിരുന്നു. അപ്പോൾ അതിനുള്ള പ്രസാദമാണ് വാങ്ങിക്കുന്നത്. ഇതൊക്കെ ഇവിടെ പുതിയൊരമ്പലം കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ്. ഇതൊക്കെ ആദ്യം പ്രശ്നം വെച്ചപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രകാരമുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗണപതി ഹോമം രാവിലെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള പൂജയായിരുന്നു. അത് കഴിഞ്ഞു. ഇനി കുറേ പൂജാ വിധികൾ ഇനിയുണ്ട്. ആവാഹനം, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് ചെയ്യാൻ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് നിവേദ്യങ്ങളും അത് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ നിവേദ്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പായസ നിവേദ്യമുണ്ട്, പിന്നെ പഞ്ചാമൃതം അതും നിവേദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിവേദ്യങ്ങൾ പ്രസാദമായിട്ട് എല്ലാവരും വാങ്ങുകയാണ്. പഞ്ചാമൃതം ഉണ്ട്, പാൽപ്പായസം ഉണ്ട്, പിന്നെ കഠിനപായസം ഭഗവതിക്ക് പൂജ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഠിനപായസം ഉണ്ട്. അപ്പോൾ അതെല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ട്. അത് കഴിച്ചിട്ടാണ് ഇനി അടുത്ത ആവാഹനം, അങ്ങനെയൊക്കെയുള്ള പൂജാകർമ്മങ്ങളെന്നാണ് അവർ തന്ത്രി പറഞ്ഞിട്ടുള്ളത്. എല്ലാവരോടും പ്രഭാത ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. പ്രഭാത ഭക്ഷണമായിട്ട് നൽകുന്നത് ഗോതമ്പ് റവ കൊണ്ടുള്ള ഉപ്പുമാവും ചായയാണ് കൊടുക്കുന്നത്. പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രദേശത്ത് നിന്നും അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേരിന്ന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂജാകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്താണ് അമ്പലം പണിയുക. ഈ പൂജ നടക്കുന്ന സ്ഥലത്ത് ഒരു മാവുണ്ടായിരുന്നു. ആ മാവിൻ്റെ ചുവട്ടിലാണ് ദേവി കുടി കൊണ്ടിരുന്നത്. അവിടെയാണ് തറയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തിനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് മണിക്കിണർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇനി അമ്പലം വരിക. ആ സ്ഥാനത്താണ് പൂജാകർമ്മങ്ങൾ നടത്തുന്നത്. ഈ ഒരു സ്ഥലം പവിത്ര ഭൂമിയാക്കാൻ വേണ്ടിയിട്ടുള്ള പൂജകളാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള മറ്റു പൈശാചികമായ എല്ലാ ശക്തികളെയും ഒഴിവാക്കിയിട്ട് ഒരു പുണ്യഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരമ്പലം വരികയല്ലേ, അപ്പോൾ അവിടെ ചൈതന്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ അമ്പലത്തിന് ഉത്തമമായ ഒരു സ്ഥലമാക്കി മാറ്റാനുള്ളൊരു പൂജയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ട ശക്തികൾ, അല്ലെങ്കിൽ മരിച്ചുപോയ പ്രേതാത്മാക്കളെ അവരൊക്കെ ആവാഹിച്ച് എടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. പവിത്രമായൊരു ഭൂമിയാക്കി മാറ്റുക ആണ് ഈ പൂജേൻ്റെ ലക്ഷ്യം എന്നാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശേഷക്രിയയിൽ വരുന്ന ലോപങ്ങളും പ്രേതത്തിന് പൈശാചികത്വം കൊടുക്കും അല്ലേ? അദ്വൈതീക്ഷാതിലോകന പ്രേതാന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഒറ്റ നോട്ടത്തിൽ ഒഴിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഗരുഡപുരാണത്തിൽ തന്നെ പറയുന്ന ഒരു വിഷയം എന്താണ്? പിന്നെ സ്ഥാനേ ദ്വാരെ അബ്ദമാർഗേജ ചിതായം ശവാസ്തക എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷക്രിയ നടത്തേണ്ട രീതികളാണ് പറയുന്നത്.
അല്ലെ സ്ഥാനത്തിൽ മറ്റു സ്ഥലത്ത് വേണം ദ്വാരത്തിൽ അടുത്ത ഭാഗത്ത് കൂടി പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു ക്രിയ ഉണ്ട്. അർത്ഥമാവുക എന്ന് പറഞ്ഞാൽ ശിലയിലേക്ക് പോകുന്ന പകുതി വഴിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് അവിടെ ഒരു ക്രിയ ചെയ്താൽ പിന്നീട് ഭൂതം എന്നുള്ള സങ്കല്പത്തിലേക്കാണ് ഇത്ര ചുടലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തുമ്പോഴേക്കും അത് ശവമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങളുണ്ട്. ഇതിലൊന്നും കൃത്യത പാലിക്കാത്തത് കൊണ്ടാണ് പ്രേതങ്ങൾ മുഴുവനും പൈശാചികത്വം വരുന്നത്. ഇതിലിപ്പോൾ പ്രതിപാദിക്കപ്പെട്ട പ്രേതങ്ങൾ മുഴുവനും ഈ ക്ഷേത്രസ്ഥന്മാരെ ബന്ധുക്കളായിക്കൊള്ളുന്നില്ല, പരിസര ബന്ധങ്ങളും ഉണ്ടാവും ഇല്ലേ ഇല്ലേ. അപ്പോൾ അതെന്തിനു നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ആ പ്രേതങ്ങളൊക്കെ ഈ ദേവകലകളിലേക്ക് അശുദ്ധി വ്യാപിപ്പിക്കും. അതാണ് പ്രേതശുദ്ധി നടത്തിയതിന് ശേഷം പ്രതിഷ്ഠകൾ നടത്തുന്നതിൻ്റെ ഒരു ലക്ഷ്യം കൂടി മതി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രേതത്തെയും ആവാഹിക്കുമ്പോൾ. നമ്മളേക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഏത് അവസ്ഥയിലാണ് ആ പ്രേതം നിൽക്കുന്നതെങ്കിലും പ്രതിമാ സാന്നിധ്യം വരത്തേന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഇരിക്കുക. ഈ പ്രതിമാ സാന്നിധ്യം വന്നതിന് ശേഷം ശൈവവൈഷ്ണവ ശാക്തഭേദേന പരിഹാരങ്ങൾ വരും. പിന്നീട് സുഹൃതങ്ങളായിട്ടുള്ള കുറേ ക്രിയകൾ വരാനുണ്ട്. മോക്ഷഗതിയിലേക്കുള്ള കുറേ ഇതില്ലേ സായുജ്യം സായുജ്യ പര്യന്തമുള്ള അഖില ക്രിയാ കർമ്മങ്ങളും നടത്തിയിട്ടാണ് ഈ സഹസ്രനാമ ജപം നടത്തുന്നത്. അതങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം എല്ലാവരും ഇരിക്കാൻ അല്ലേ. ഇപ്പോൾ ആവാഹന ചടങ്ങുകൾ തുടങ്ങാറായി. തന്ത്രി പൂജയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളെയും ആവാഹിച്ച് എടുക്കുന്ന ഒരു പൂജയാണ് നടക്കുന്നത്. അപ്പോൾ അതിനുള്ള മന്ത്രങ്ങൾ ചൊല്ലി മറ്റുള്ളവരോടൊക്കെ ഭഗവാന് പ്രാർത്ഥിച്ച് ഇരിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് തന്ത്രി. അസ്ത്രശസ്ത്രാണി സമർത്തനമൂർത്തിനോ നമോ ഭഗവതി മഹാസുദർശനായ ദീപ്തരൈജാലപരിതായ സമൃദ്ധി ശോഭനകരായ വെള്ളി കൊണ്ടുള്ള പ്രതിമയിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. ആവാഹിച്ച് വിഷ്ണുപദത്തിലേക്ക് അവരെ പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപാട് പേരിവിടെ ദുർമരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആത്മാക്കൾക്കൊക്കെ ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂജാവിധിയാണ് നടക്കുന്നത്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഓ നമോ നാരായണായ 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 ഓ നമോ നാരായണായ. കലഹങ്ങളും പ്രയാസങ്ങളും സ്വാഭാവികം നിമിത്തം അങ്ങനെയാണ്. പക്ഷേ അതിനെ ഗൗരവമായിട്ട് എടുക്കുമ്പോഴാണ് അസുഖം. ഇവിടെ ചിന്തൻ ജനപദം ജൂനരാശിനാന്ന് പറഞ്ഞത് നേരത്തെ വ്യാഴം മറന്നു പറഞ്ഞല്ലോ. അത് ഇവിടേക്ക് എടുക്കണം. കാരണം നേരത്തെ അവിടെ കർമ്മം പാതയും കൂടി ബന്ധം വന്നല്ലോ. ഇവിടേക്ക് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി എന്ന് പറയുന്നത് പിന്നെ ഭ്രാന്തിയും ദുർവചനം തന്നെ. വേണ്ടാത്ത വാക്കുകൾ പരസ്പരം ഉപയോഗിക്കുന്നത് ഒന്ന് നിയന്ത്രിക്കേണ്ടി വരും. അത് ഈശ്വരഹത്യ സംഭവിച്ചു പോകുന്നതാണ് ശ്രേഷ്ഠവരെ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ ആവാഹനം എന്നുള്ളൊരു ചടങ്ങാണ് നടക്കുന്നത്. തന്ത്രിയാണ് ആവാഹനത്തിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ ജ്യോത്സ്യർ ഓരോന്നും ആവാഹിച്ചെടുത്തത് ശരിയായിട്ടുണ്ടോ എന്നുള്ള ജ്യോത്സ്യർ നോക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ആവാഹനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ തൊഴുത് പ്രസാദം വാങ്ങിക്കണം. അപ്പോൾ അതിന് ആൾക്കാരൊക്കെ മുന്നിൽ തൊഴുതാൻ നിൽക്കുന്നുണ്ട്.
അപ്പോൾ അവരുടെ നിന്ന് കുറച്ച് ആൾക്കാരെ തിരക്ക് കഴിയട്ടെ വെച്ചിട്ട് ഞാൻ ഒന്ന് ബാക്കിലേക്ക് നിന്നതാണ്. അപ്പോൾ പ്രസാദം വാങ്ങാൻ എല്ലാവരും നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ പ്രസാദം ഊട്ടുണ്ട്. അത് കഴിച്ചിട്ട് പിന്നെ 5:30 മണിക്കാണ് പിന്നത്തെ പൂജാകർമ്മങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിലത്ത് ഷീറ്റ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. സൗകര്യങ്ങൾ ആയി വരുന്നതല്ലേ ഉള്ളൂ. അമ്പലം തുടങ്ങുമ്പോഴത്തെ സൗകര്യങ്ങളും ആവും. ഇവിടെ കമ്മിറ്റി മാതൃസമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിന്മേലാണിത് കാര്യങ്ങൾ മുന്നോട്ട് പോണത്. നാട്ടുകാരും ഒക്കെ ഒരുപാട് പേരും നല്ല സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അമ്പലം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പോൾ പ്രസാദൂട്ട് വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ നേരത്തെയും പ്രസാദൂട്ട് ഭക്തജനങ്ങൾ വഴിപാടായി സമർപ്പിച്ചതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളും ദേവി ഭംഗിയായി നടത്തി തന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.